ബഹുമാനപ്പെട്ട അധ്യക്ഷ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഔപചാരികത ഇല്ലാത്തൊരു ചടങ്ങിന് ശരിക്കും ഉദ്ഘാടകയുടെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിങ്ങനെ കൂട്ടായ്മയുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇതെല്ലാം ആദ്യം ഒറ്റക്ക് തുടങ്ങേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയുള്ള ഒരു നിയോഗത്തിൽ പെട്ടതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ വരാനും നിങ്ങളോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും പറ്റിയതില്. ഞാനും ഇതേപോലെ നമ്മള് ഇത്തരത്തിലുള്ള പുതിയതായിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങുമ്പോൾ നേരിട്ട ചില പ്രതിസന്ധികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് 1-ാം ക്ലാസ് മുതൽ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. റിസർച്ച് ഒന്നും അല്ല. ഒരു 1-ാം ക്ലാസ്സിലെ ഒരു എന്താ പറയാ വഴക്കങ്ങളൊന്നും പഠിക്കാത്തൊരു ക്ലാസ് റൂം ഓർക്കുക. ആ ക്ലാസ് റൂമില് ഒരു പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറയാണ്, എനിക്ക് പള്ളയിൽ വരുത്താവണെന്ന്. അപ്പോ ടീച്ചർ വേഗം അടുത്തു വന്നു. പക്ഷെ കൂടെയുള്ള കുട്ടികളൊക്കെ ചിരിച്ചു. അപ്പൊ ചിരിച്ചത് എന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ടീച്ചർ വേഗം വന്നിട്ട് അതിനുള്ള ഉഴിഞ്ഞുതരിക, അങ്ങനത്തെ ചെറിയ ചൂടുവെള്ളം അങ്ങനത്തെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ടീച്ചറും അടുത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ള വാക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മള് അത് ഉപയോഗിക്കുക. അതേപോലെ പാത്താൻ പോവുക എന്നാണ്, പാത്താൻ പോട്ടെ എന്നാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. വീട്ടിൽ ഉമ്മയും വല്യമ്മയും ഒക്കെ സംസാരിക്കുന്ന ഭാഷയിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പൊ അത് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും വേണ്ട എന്ന് പറയാണ്. ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു വാക്കിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ്. ഇത് എൻ്റെ ഭാഷ, എൻ്റെ സംസ്കാരം, എൻ്റെ വസ്ത്രധാരണം ഇതൊക്കെയും മോശമാണ് എന്നാണ് ഔപചാരിക വിദ്യാഭ്യാസം ആദ്യം എന്നെ പഠിപ്പിച്ചത് എന്നാണ് എൻ്റെ അനുഭവം. അപ്പം പക്ഷെ പിന്നീട് ഞാൻ മലയാളമാണ് പഠിച്ചത്. മലയാളം പഠിച്ച് വാക്കുകളുടെ ബന്ധമൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് വരുത്തം എന്നുള്ളത് എത്ര മനോഹരമായ മലയാളം വാക്കാണ് എന്ന് മനസ്സിലായത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ പ്രശ്നവുമില്ല. വരുത്തം എന്ന് പറഞ്ഞാല് നമ്മൾ സിനിമാ പാട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനെടി എന്നൊക്കെ പറയുമ്പം നമുക്ക് അതിൽ നാണക്കേടൊന്നും ഇല്ല. പക്ഷെ ഈ തരത്തില് നമ്മളെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് 1-ാം ക്ലാസ് മുതൽക്കുള്ള നമ്മളുടെ ട്രെയിനിങ് എന്നാണ് അനുഭവപ്പെട്ടുള്ളത്. അതേപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ് നമ്മളോട് ഇങ്ങനെ വന്നിട്ട് പറയും, ഒരു മുസ്ലിം ആണോ? എന്നാ അങ്ങനെ തോന്നേയില്ല കേട്ടോ, കണ്ട വരെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുക. അപ്പം അതായത് നമ്മളെ പുകഴ്ത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് അതിൽ ശരിക്കും സന്തോഷിക്കണ്ട. പക്ഷെ സന്തോഷിക്കണോ ദുഃഖിക്കണോ നമുക്ക് അറിയാത്തൊരു പ്രശ്നം അപ്പോഴും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താണോ അതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പുകഴ്ത്തുന്നത്. അപ്പൊ അത് പുകഴ്ത്തലാണോ അല്ലേ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. എന്തായാലും അതിൽ അത്രയൊന്നും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവം. അപ്പൊ ഈ തരത്തിൽ ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് നമ്മള് വളർന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം എന്നുള്ള സംസ്കാരം എപ്പോഴും പരിഷ്കരിച്ച് എടുക്കപ്പെടേണ്ട ഒന്നായിട്ടാണ് ബാല്യം മുതലേ നമ്മൾ പരിശീലിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സംസ്കൃത സർവകലാശാലയിൽ ജോലി കിട്ടിയ സമയത്തും ഇതേപോലെ ധാരാളം ചീത്താന്ന് പറഞ്ഞാൽ പോരാ, നല്ല മുട്ടൻ തെറികൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ആ കൂട്ടത്തിൽ ഇന്റർവ്യൂല് വന്നതില് ഇങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ വ്യക്തി എന്നുള്ള നിലക്ക് തന്നെയാണ് അവരെടുത്തത്. അതുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് കാർഡിലായിരുന്നു തെറികളൊക്കെ അയച്ചു വന്നത്. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും വായിക്കണം എന്ന് വിചാരിച്ച് തന്നെ എൻ്റെ പേരിൽ തെറികൾ അയക്കുന്ന രീതിയും ഇതില് നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമ്പസിൽ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ് എന്നോട് പറഞ്ഞത്, നീ അതായത് ഞങ്ങളുടെ
പ്രോ വൈസ് ചാൻസലർ ഒക്കെ പറഞ്ഞിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവർ എന്നുള്ള നിലക്ക് ഇൻ കോട്സ് ആണ് ആണ് മുസ്ലിം സ്ത്രീകൾ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം കാറ്റഗറിയിൽ സ്ത്രീകളെ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് പല പബ്ലിക് ഇതിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ് എന്നോട് പറഞ്ഞത്, നീ മുസ്ലിം സ്ത്രീ എന്നുള്ള ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്താണ് നീ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അക്കാദമിക് പൊസിഷൻ ആണിത്. അതുകൊണ്ട് തന്നെ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, നീ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തില് പ്രചോദിപ്പിക്കുമായിരുന്നു. അപ്പം അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മളിങ്ങനെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എഴുത്തുകളിലായാലും ഇങ്ങനെ നമുക്ക് സാമാന്യ ധാരണകളിലായാലും നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിക്റ്റിമാണ്. ഒരു മതത്തിന്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന്റെ ഒരു വിക്റ്റിം എന്നുള്ള നിലക്കാണ് മുസ്ലിം സ്ത്രീ ഉള്ളത്. അപ്പം മുസ്ലിം സ്ത്രീയെ കുറിച്ച് പഠിക്കാനായിട്ട് ആ സമയത്ത് ലഭ്യമായ കുറേ അധികം പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ ശ്രമിച്ചു. അപ്പം അതിലൊക്കെയും അത് ഏത് തരത്തിലുള്ള പൊസിഷൻ ആയാലും അതിൽ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നവ ലിബറൽ കാഴ്ചപ്പാടിലാണെങ്കിലും മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ രക്ഷിച്ചെടുക്കേണ്ട ഒരു വിഭാഗം എന്നുള്ള നിലക്കാണ് പറയുന്നത്. സ്ത്രീവാദ സംഘടനകൾ, സ്ത്രീവാദ ആശയങ്ങൾ ഇതേ ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. കാരണം പുരുഷാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിക്ടിംസ് എല്ലാവരും പുരുഷാധിപത്യത്തിന് കീഴിൽ തന്നെയാണ്. പക്ഷെ പുരുഷാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളാണ്. 3 തുപ്പ് തുപ്പിയാൽ അവർക്ക് ഭർത്താവില്ലാതെ ആവും. ആ തരത്തില് എല്ലാ തരത്തിലും അടിമപ്പെട്ട് കഴിയുന്നവൾ എന്നുള്ള നിലക്കാണ് മുസ്ലിം സ്ത്രീയെ ഇതൊക്കെ തന്നെയും. അപ്പൊ പിന്നെ നമുക്ക് കുറെ കൂടി അവൈലബിൾ ആയിട്ടുള്ള മുസ്ലിം സ്ത്രീയെ കുറിച്ചിട്ടുള്ള വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് നവോത്ഥാന ഘട്ടത്തിലാണ്. നവോത്ഥാന ഘട്ടം മുസ്ലിം നവോത്ഥാനത്തിന് അകത്ത് തന്നെ ആണെങ്കിൽ പോലും ഇതും വേറൊരു ചിത്രമല്ല നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. അതായത് മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസത്തിൽ തീരെയും താല്പര്യമില്ലാത്തവളാണ്. അന്ധകാരത്തിന്റെ കുണ്ടിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ സഹോദരിമാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് മിക്ക നവോത്ഥാന വ്യവഹാരങ്ങളും ആലോചിക്കുന്നത്. നമുക്കറിയാം എല്ലാ നവോത്ഥാനവും ആ തരത്തിൽ തന്നെ ആയിരുന്നു. അവരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. ഏത് നവോത്ഥാനം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും എന്നിട്ട് സ്ത്രീകളായിരിക്കുകയും ചെയ്യും. എന്നിട്ട് സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതല്ല, സ്ത്രീകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരിക്കും ഇതിന്റെ മുഖ്യ അജണ്ട. അതായത് സമുദായം സമുദ്ധരിക്കപ്പെടണം, സമുദായം മുന്നോട്ട് പോവണം. ഈ സമുദായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എങ്ങനെ മാറ്റപ്പെടണം എന്നുള്ളതായിരിക്കും ഇതിലെ പ്രധാന അജണ്ട എന്നുള്ളതാണ് നമുക്ക് ഇതില് കാണാൻ പറ്റുക. അപ്പോൾ ഇതില് ഉപയോഗിക്കുന്ന വാക്കുകൾ അടുക്കളയിൽ നിന്ന്, അടുക്കളയുടെ പുറം, അടുക്കളയിലെ ചുമരുകൾക്കകത്ത് ജീവിക്കേണ്ടി വരുന്നവൾ, പുറം ചുമരുകൾ കാണാൻ പറ്റാത്തവൾ, പിന്നെ അടുപ്പൂതിപ്പാവകൾ, പ്രസവയന്ത്രങ്ങൾ, ഇങ്ങനെ ഒരു ചൂട് പദങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളെ വിശേഷിപ്പിക്കാനായിട്ട് മാത്രം നവോത്ഥാന പരിഷ്കർത്താക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഈ ഒരു ആശയ ലോകത്തുനിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിം സ്ത്രീയെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പുറപ്പെടുന്നത്. അപ്പം പക്ഷെ മലബാർ കലാപമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വിഷയം.
അതായത് മലബാർ കലാപത്തിന്റെ വാമൊഴി പാരമ്പര്യം എന്ന് പറയുമ്പം സാമാന്യ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അന്വേഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് നമ്മള് എഴുതപ്പെട്ട ചരിത്രത്തിലൊന്നും സ്ത്രീകളുടെ സാന്നിധ്യം കാണില്ല. 1 2 സ്ഥലത്ത് മാത്രാണ് സ്ത്രീകളെക്കുറിച്ച് ചരിത്രത്തില് പരാമർശമുള്ളത്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ പോലും 1 2 സ്ഥലത്ത് മാത്രാണ് പരാമർശമുള്ളത്. പക്ഷെ അതേ സമയം ഈ നമ്മള് ചുറ്റുപാടുന്നുള്ള ആൾക്കാരിന്ന് കേൾക്കുന്ന കഥകളില് സ്ത്രീകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് അവരെ സംരക്ഷിച്ച കഥകള്, വീടിനെയും സ്വത്തിനെയും സംരക്ഷിച്ച കഥകൾ, മറ്റുള്ളവരിന്ന് പലരും രക്ഷപ്പെട്ട കഥകൾ, ഇങ്ങനെ കുറേ അധികം കഥകളിലൊക്കെ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം എന്നുള്ള ഒരു തോന്നലിനാണ് ആദ്യമായിട്ട് ഗവേഷണം ആരംഭിക്കുന്നത്. അപ്പൊ എന്റെ ഗൈഡ് പറഞ്ഞ ഇപ്പം ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിൽ പുതിയൊരു പഠന ശാഖ വന്നിട്ടുണ്ട്, ആ മേഖലയിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കുകയും അത് ആ നിലക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പം അതില് മുഖ്യധാരയിൽ നിലനിൽക്കുന്ന ആൾക്കാരെ പലപ്പോഴും ഇന്റർവ്യൂ ആയിട്ടും ഒക്കെ മലബാർ കലാപം പ്രധാന ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറേ അധികം ഇന്റർവ്യൂകളൊക്കെ നമ്മൾ ആ സമയത്ത് കാണുന്നുണ്ട്. അപ്പൊ അതിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ആൾക്കാര്, ഇതില് പങ്കാളിത്തം പോലും ഇല്ലാത്ത, ഇതിനെക്കുറിച്ച് കഥകൾ കേട്ടിട്ടുള്ള, അതേസമയം ഇതിന്റെ അനുഭവങ്ങളുള്ള ആൾക്കാരെ കാണാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ആ നിലക്ക് ഉള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അധികവും മുസ്ലിം സ്ത്രീകളോടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ നമ്മള് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഇവര് വിക്റ്റിമാണ്, ഇവര് അടിമകളാണ് എന്നുള്ള നിലക്കാണ്. പക്ഷെ എന്നോട് സംസാരിക്കുന്ന സ്ത്രീകള് ഭയങ്കര ശക്തരും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ളവരും, പിന്നെ നേരത്തെ ഇപ്പൊ ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പല സ്ത്രീകളെയും തന്റേടികളായിട്ട്, അതായത് മലബാർ കലാപത്തിന്റെ കാലത്ത് ജനിച്ചതുകൊണ്ടാണ് തോന്നുന്നു അവള് ഭയങ്കര തന്റേടിയാണ് എന്ന് വിളിക്കപ്പെട്ട സ്ത്രീകളെയൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, എന്തുകൊണ്ടാണ് ഇത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ ശക്തമായ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വിഭാഗത്തിനെ നമ്മൾ വിക്റ്റിം എന്നുള്ള നിലക്ക് മാത്രം അടയാളപ്പെടുത്തിയത്. ആ തരത്തിൽ പിന്നെ നോക്കിയപ്പം ഇങ്ങനെ ഞാൻ കണ്ട് സംസാരിക്കുന്ന സ്ത്രീകൾ പലരും മലബാർ കലാപത്തെ കുറിച്ച് മാത്രമല്ല, മലബാർ കലാപത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ അതുവരെ പഠിച്ചു വന്ന എന്റെ ചരിത്ര ധാരണകളെ തന്നെ അട്ടിമറിച്ചിട്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്നതും എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് മുസ്ലിം സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള നിലക്ക് അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ആ കാലത്ത് ഞാൻ കണ്ട അധിക സ്ത്രീകളും അതായത് മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ എന്നൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ കാലത്ത് കണ്ടിരുന്നത്. അതായത് കുറച്ചുകൂടി വയസ്സായ ആൾക്കാരെ അക്ഷരാഭ്യാസം ഇല്ലാത്തവൾ എന്നുള്ള നിലക്കാണ് കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇവരൊക്കെയും അവര് പഠിച്ച അലിഫ് ബ ത എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ ഇങ്ങനെ പറയുകയും അവരുടെ പുസ്തകങ്ങൾ കാണിച്ചു തരികയും ആ പാട്ടുകൾ പാടുകയും ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള വലിയൊരു വിജ്ഞാന ഭണ്ഡാകാരം എനിക്ക് മുന്നിൽ തുറന്നു കിട്ടിയത്. അപ്പൊ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള, എൻ്റെ വീട്ടില് വല്യമാക്ക് അക്ഷരം അറിയും, മലയാള അക്ഷരം അറിയില്ല. അക്ഷരം അറിയാം, മലയാള അക്ഷരങ്ങൾ അറിയില്ല. അപ്പോ മലയാള അക്ഷരങ്ങൾ അറിയാത്ത വല്യമാനെ സംബന്ധിച്ച് എനിക്ക് അതുവരെ ഭയങ്കര എന്താ ഒരു സഹതാപമായിരുന്നു. അപ്പൊ വല്യമാനെ എങ്ങനെയെങ്കിലും അക്ഷരം പഠിപ്പിക്കാം എന്നൊക്കെയുള്ള നിലക്കാണ് ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ ഉമ്മ 7ാം ക്ലാസ് വരെ പഠിച്ച, അപ്പൊ വല്യമാനോട് മാത്രമായിട്ടായിരുന്നു ഈ സഹതാപം നിന്നിരുന്നത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വല്യമാക്ക് മാത്രമായിട്ട് വലിയ പുസ്തകക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ വീട്ടില് ഇങ്ങനെ വളയും മാലയും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു, വലിയ ഭാണ്ഡക്കെട്ടുകളും ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ വളയൊക്കെ ഇട്ട് കമ്മലൊക്കെ വാങ്ങി അതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങുമ്പോ വല്യമാക്ക് അയാൾ കൊണ്ടുവന്ന് കൊടുക്കുക കുറെ പുസ്തകങ്ങളായിരുന്നു. അപ്പോ അതേപോലെ കുറേ അധികം പാട്ടുകള് വല്യമാക്ക് അറിയായിരുന്നു. അപ്പോ ഇത്രയും അധികം വായിക്കുന്ന, പാട്ടുകൾ പാടുന്ന
അതേപോലെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള പാട്ട് കെട്ടി ഉണ്ടാക്കുന്ന കുറേ അധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് നമ്മൾ നിരക്ഷരർ എന്ന് വിളിച്ചത് എന്നുള്ള ഒരു ചോദ്യം ആദ്യമായിട്ട് അങ്ങനെയാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാട്ട് മാത്രല്ല പലതരത്തിലുള്ള വിജ്ഞാന മേഖലകളിൽ സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾ എൻ്റെ പല കൂട്ടുകാരെയും പഠിപ്പിച്ചിട്ടുള്ളത് മൊല്ലാച്ചിമാരാണ്. അതായത് മതപഠനത്തിന്റെ മേഖലയിൽ തന്നെ, അതായത് മതമാണ് സ്ത്രീയെ എപ്പോഴും മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് പൊതുധാരണയിൽ മുസ്ലിം സ്ത്രീയെ കുറിച്ച് നിലനിൽക്കുന്ന ഒരു ധാരണ. അപ്പം മതപഠനത്തിന്റെ മേഖലയിൽ തന്നെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വലിയ ഒരു മാറ്റത്തിനിടയാക്കിയിട്ടുള്ള ഒരറിവായിരുന്നു. അത് പല മേഖലകളിൽ പലതരത്തിൽ അറിയപ്പെടുന്ന മുല്ലാച്ചിമാരുണ്ടായിരുന്നു. അതിൽ പൊന്നാനിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞത്, അവര് മതം പഠിപ്പിച്ച, അതായത് നമ്മളെ ദീനിയാത്ത് അമലിയാത്ത് തുടങ്ങിയ ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പം അവര് പഠിപ്പിച്ചിരുന്ന മദ്രസകളില് ഫീസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത സമയത്താണ് അവര് പുറത്തായി പോയത് എന്നാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത സമയത്ത് മദ്രസ പഠനത്തിന് ഫീസ് കൊടുക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീസ് കൊടുത്ത് ഇവരെ അടുത്ത് പഠിക്കാൻ ആള് വരാതാവുകയും അങ്ങനെ അവര് മതപഠനത്തിന്റെ മേഖലയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നീട് പല മേഖലകളിൽ, അതായത് ഒരു വൈദ്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് വയസ്സായ സ്ത്രീകളെ കണ്ട് ഈ ചികിത്സാ രീതികളെ കുറിച്ച് അന്വേഷിച്ചപ്പം കുറെയൊക്കെ അവര് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുർവേദ മരുന്നുകളെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. പിന്നെ അറബി മലയാളത്തിലുള്ള കുറേ അധികം ചികിത്സാ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമുക്ക് അവിടുന്ന് അറിവ് കിട്ടുകയാണ്. കാരണം എന്താ വെച്ചാൽ അറബി മലയാളത്തിലുള്ള ചികിത്സാ ഗ്രന്ഥങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അതിന് വേറെ തന്നെ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അറബി മലയാളം മറ്റെല്ലാ അതിനും വേണ്ടിയിട്ട് കൂട്ടി എഴുതിയിട്ട് ഉപയോഗിക്കുമ്പം ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള അറബി മലയാള സ്ക്രിപ്റ്റുകളാണെങ്കിൽ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതുക. അപ്പൊ അങ്ങനെ ചികിത്സകൾക്ക് മാത്രമായിട്ട് പ്രത്യേകം ലിപി തന്നെ രൂപപ്പെടുത്തക്ക രീതിയിൽ ശക്തമായ തരത്തില് ഇതില് പിന്നെ ചികിത്സാ ഗ്രന്ഥങ്ങളും അറബി മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ അറബി മലയാളത്തിൽ നോവലുകൾ ഉണ്ടായിരുന്നു, വലിയ ദാർശനിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയുക, ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയം പോലെയൊക്കെയുള്ള സയൻസ് ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന നോവൽ എന്നൊക്കെ പറയുന്ന ഒരു സാഹിത്യ രൂപം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഭാഷ ഒട്ടും നിസ്സാരമല്ല എന്നാണ്. കാരണം നോവൽറ്റി എന്ന് പറഞ്ഞാൽ പുതുമ എന്നാണ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന് മാത്രമേ നോവൽ പോലെയുള്ള ഒരു സാഹിത്യ രൂപത്തിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ തരത്തിൽ നോവൽറ്റി ഉള്ള ഒരു ഭാഷയും കൂടിയായിരുന്നു. അതേപോലെ അന്നത്തെ പരിഷ്കർത്താക്കളായിട്ടുള്ള വ്യക്തികളുടെ ധാരാളം ജേണലുകൾ, അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച ലഘുലേഖകൾ, ഇതൊക്കെ ചേർന്ന് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഭാഷയും കൂടിയായിരുന്നു അറബി മലയാളം എന്നുള്ളത്. ഈ അറബി മലയാളത്തിൽ പഠിക്കുകയും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത വ്യക്തികളെയാണ് നമ്മൾ നിരക്ഷരർ എന്ന് വിളിച്ചത് എന്നുള്ളത് അവിടെ നേരെ തിരിച്ച് ഞാനായി സഹതാപം അർഹിക്കുന്ന വ്യക്തി, ഞാൻ സഹതാപം അർഹിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഇത് മറികടക്കാനാണ് പിന്നീട് ഈ മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം മുഴുവൻ ഞാൻ നടത്തിയിട്ടുള്ളത്.
അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പ്രാചീനമായ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ആധുനിക ഘട്ടത്തിലും അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നും അവര് പലതരത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, ഇപ്പൊ നവോത്ഥാനത്തെ കുറിച്ചിട്ടുള്ള ടെക്സ്റ്റുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാത്തിലും തന്നെ മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് പിന്നെ പരിഷ്കരിച്ചെടുക്കേണ്ട വ്യക്തി എന്നുള്ള നിലക്കാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ചില ടെക്സ്റ്റുകളെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ഒരു വിവരം ഈ നവോത്ഥാനത്തിന്റെ ഫലം എന്നുള്ള നിലക്ക് ഹലീമ ബീവിയെ പോലെയൊക്കെയുള്ള എഴുത്തുകാര്. അപ്പൊ അവര് നവോത്ഥാനത്തിന്റെ പ്രവർത്തകരല്ല, പകരം നവോത്ഥാനത്തിന്റെ ഫലം എന്നുള്ളത് പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ഹലീമ ബീവിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഹലീമ ബീവി മാത്രമല്ല, അങ്ങനെ കുറേ അധികം വ്യക്തികൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചതായിട്ടും അവരുടെയൊക്കെ എഴുത്തുകളും നമുക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിനെയൊക്കെ സാമാന്യമായിട്ട് പരാമർശിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ ആ തരത്തിൽ ന്യൂനപക്ഷത്തിനും ലിംഗപദവിക്കും ഇടയിൽ എന്ന് പറഞ്ഞ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടാണ് ആദ്യമായിട്ട് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അതില് എനിക്ക് വലിയൊരു സഹായം ആയിട്ടുള്ള വ്യക്തി ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അബ്ദുറഹിമാൻ മങ്ങാട് സാറാണ് അതിൽ വലിയൊരളവിൽ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തി. അങ്ങനെ അതേപോലെ വക്കം മൗലവി ഫൗണ്ടേഷൻ, അങ്ങനെ പല വ്യക്തികളോടും ഇക്കാര്യത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടതോട് കൂടിയിട്ടാണ് മുസ്ലിം സ്ത്രീ എന്നുള്ളത് ഒരു വിക്ടിം എന്നുള്ള നിലക്ക് അല്ലാത്തൊരു ചിത്രം നമുക്ക് ലഭ്യമാവുന്നത്. ഇപ്പൊ തന്നെ ഞാൻ കുറെ സംസാരിച്ചു തോന്നുന്നു. ഇനി നമുക്ക് ചർച്ചകളിലൂടെ തുടരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കുറെ സമയം എടുത്തു. ഇന്ന് നിത്യമായിട്ട് ക്ഷണിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കായിരുന്നു, ശരിക്കും ഈ റിസർച്ചിലുള്ള സ്ത്രീകളുടെ നെറ്റ്വർക്ക് ഉണ്ടോ, നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടോ? അപ്പോ ഞങ്ങളുടെ ഇടയിൽ തന്നെ വന്ന മറുപടി, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ അതിൽ പെടുന്ന സ്ത്രീകൾ ആയിരിക്കില്ല അല്ലെങ്കിൽ ആ കൂട്ടായ്മ സ്ത്രീകളായിട്ട് നമ്മളെ പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതുപോലെ തന്നെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ മുസ്ലിം സ്ത്രീ എങ്ങനെ വിക്ടിമൈസ് ചെയ്യുന്നു, പോപ്പുലർ കൾച്ചറും അക്കാഡമിയൊക്കെ മുസ്ലിം സ്ത്രീയെ വിക്ടിമായി കാണുകയാണ് എന്ന വർത്താനം നമ്മൾ പറഞ്ഞ് മതിയാക്കാനായില്ലേ. ഇറ്റ്സ് ബീൻ വെരി ലോങ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ എത്ര സോ കോൾഡ് ഫെമിനിസ്റ്റിക് ആയ എംപവേർഡ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലും അൺടിൽ ആൻഡ് അൺലെസ് യു ഷെഡ് യുവർ മുസ്ലിംനെസ്, നിങ്ങൾ ആ എംപവേർഡ് കാറ്റഗറിയിലേക്ക് എണ്ണപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തിനാ ഇതിടുന്നത് എന്നുള്ള ചോദ്യം വീണ്ടും നമ്മളെ എവറിഡേയിൽ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ഇത് നിർത്താനായിട്ടില്ല. നീ ഒരു വിക്ടിമാണ്. ഇനിയിപ്പോ എന്തൊക്കെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങള്, സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ, ഈ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾ എംപവേർഡ് അല്ല, അല്ലെങ്കിൽ അവരടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന യുക്തിയോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മൾ എംപവേർഡ് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു പോപ്പുലർ കോൺസെപ്ഷൻ ഉണ്ടല്ലോ, ദിസ് ഫെമിനിസ്റ്റിക്, അതിൽ പെടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും സ്റ്റിൽ യു ആർ നോട്ട് ദെയർ. നിങ്ങൾ ആ റെൽമിലേക്ക് നിങ്ങൾ കടക്കില്ല അൺലെസ് ആൻഡ് അൺടിൽ യു റിഫോം യുവർ സെൽഫ് ഓർ യു ഷെഡ് യുവർ ദിസ് ഐഡന്റിറ്റി അവേ. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ള ഒരു അടിത്തറയിൽ നിന്നിട്ടാണ്. ബിക്കോസ് ഞാൻ പറയാൻ പോകുന്ന കാര്യവും എൻ്റെ പേഴ്സണൽ ലൈഫും PhD അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക് ജേണിയും എങ്ങനെ
ഇന്റർലിങ്ക് ചെയ്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഷേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ ജാർഗൻസ് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല, ബട്ട് ദറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഓക്കെ, I'll read out. In October 2022, I started my PhD program at Dublin City University School of Law and Government. Looking back, the journey has been tough, filled with challenges, pain, and difficult negotiations. So this paper, like, ഇതൊരു എൻ്റെ ഒരു ലാർജർ ഓട്ടോഎത്നോഗ്രഫിക് പേപ്പറിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. So this paper reflects on these experiences, including the struggles, isolation, and moments of solidarity that shaped my path. So before joining this PhD program, the current PhD program, I had to leave a PhD program which I was enrolled at Tata Institute of Social Sciences, Mumbai. I made this choice to take full-time caregiving during the COVID-19 pandemic. During that time, my now official husband, soon to be ex, took advantage of the situation, similar to many other Malayali men with progressive ideas. I had to fight for my right to pursue my studies and career. I often heard comments like, "Oh, your husband has a government job. Why do you want to work?" Or, "Men need their own time. You are asking too much. You are needy." So these instances of being dismissed and underestimated pushed me to look for academic opportunities outside India. Because, like, if I'm staying here, I have to endure this pain again, or I have to go through these difficulties again and again, or I won't be able to finish my PhD ever in my life. That's what I realized during those years. So my goal was to build a career for myself and create a new life with my son. I have a 5.5-year-old son. He's hospitalized now. He's in Sevana Hospital, Patambi. Because, like, you know, this is life of like, yeah, me or many other women who have to navigate through or who pursue to do something in their life, or they want to make their own space. So, create a new life with my son, especially since I had already emotionally separated from my partner. After a year of applying and preparing, I secured a fully funded PhD position at DCU, the Dublin City University, in August 2022. And now I am talking about, like, what are the difficulties which I have faced there in Dublin. So as a migrant woman of color in a mostly white, male-dominated academic environment, my experience has been complex. It has become complex because of the space I was sharing included South Asian students too. When I say South Asian students, they are mostly elite, upper caste students from India. Till I started my PhD in the school, these elite upper caste people were the spokespersons for caste, and it was very difficult for them to accept I have joined the PhD cohort. Because, oh, a Dalit woman in this space, like, how she is here? So that was the question I was always hearing. So there, and also I had this fully funded position. So they had all these questions. Oh, who helped you to get here? So who wrote your proposal? So these kind of questions I had to listen always. So this might be partly because of my supervisor was a Brazilian person, and I joined in the school directly rather than through the Ireland India Institute, which usually support Indian students. So that makes them more worrying, like,
how she might have even get connected to this person. My perspective as a Dalit woman is different from those of many other scholars there. So, like, basically, they are Bengali Badraloks and some Malayali upper caste elite people. For instance, one scholar mentioned wanting to learn about caste, but said she often faced criticism when people asking about it. I told her the same. If you want to understand caste, read the literature. Don't ask someone to explain what it means to live as a Dalit in a caste-based society. So even though I am in Ireland and it's a like a Western space, like I had to still, like I can't hide my identity. So they have to, poke me with all these kind of questions, and they want me to explain always how to, like what your experience as living as a Dalit or Dalit women. So they always want to hear the sad stories of people. They don't want to see an empowered woman or a woman who speaks or a woman who creates knowledge. So they just wanted to hear always like I like so, yeah, I live in a Dalit colony. My parents still lives in a Dalit colony. So they just want to hear only that, like how my parents striving, or like which all times I have been eaten, or like what all difficulties I have faced when I reached Ireland, or or so from where you took loan, or like who gave you money. So those kind of things they wanted to hear. Since I don't know anyone in this like in Ireland, I had to engage in like spaces that I would not even choose willfully, because those experiences were often bitter. I made a significant efforts to build communities outside the university and in Ireland using platforms like Eventbrite, Meetup, and even Bumble BFF, uh, Bumble Friends. So currently, I am part of various groups, including poetry and theater. In one of these spaces, I had to again experience the atrocity of an elite Brahmin person. She wrote in a mixed racial theater group. Oh, many of us kids in Brahmin households were raised by Dalit women who worked who worked in the house. That changes lots of dynamics, and I would love to explore these perspectives with you. So basically, uh, any encounters with elite Indians left with me some pain or like some difficulty situations. But building my own community, I was able to distance myself from all these toxic spaces, especially from this Indian community. Like, so one other difficult situation was like accommodation. So that is real. That is a real concern in Ireland nowadays. So growing housing crisis is one of the extreme problem every migrant student is facing in Ireland. Rents has been a steep increase, but put migrant PhD researchers at a great risk of being exploited or taken advantage of. Often, migrant PhD students lose out on getting better houses since they are not part of local information networks or even connections or friends through which vacancies are circulated. At one point, I had to rent a room in an Irish household. Initially, my experience though was very positive, but it eventually turned into a distressing encounter with racism. The homeowner began openly expressing anti immigrant sentiments, talking about how they believed migrants ruining their country. This shift was deeply unsettling, especially given Ireland's history of facing racism, yet now increasingly being seen as a country where some individuals perpetrate racism against those who look different. Since 2022, Ireland has witnessed a rise in anti refugee and anti migrant protests, with violence against immigrants, particularly people of color, increasing in cities like Dublin. One significant incident worth mentioning is my experience at the Indian Embassy. I was invited to a literary event co-organized by Indian Embassy and the Mexican Embassy.
During the program, one of the embassy officials asked me to vacate my seat to accommodate another guest who supposedly had the privilege in quote to replace me. However, I refused to move and address the issues by explaining how Dalit women leaders are often asked to take a backseat. So that is my research. Like I'm working on the experience of elected Dalit women representatives in local governance institutions. So currently I am here to do my data collection. A close observation of Indian embassy events reveals a pattern of who is consistently invited to these programs, and also it's like very saffronized space. So like, and also this, I was invited to this program by Irish poet. So then itself, like we can understand, like so that place is not meant for people who look like me. While navigating the toxicity of these spaces, I had to negotiate with my partner to maintain a connection with my son because my son lives here. During this challenging period, so why I took that decision to keep my son here, because like his father is also responsible to take care of him. He took all his time to do his career, or the men need free time, not women. That's the whole thing. So during this challenge, okay, yeah. During this challenging period, I also accessed free mental health services. So I survived with all these kind of support systems, like friends. Like I have unpaid like mental health supporters, like my friends, and also paid support systems. Like I like it's still a taboo that like we if we access mental health services, it's like still people sees as a like negative thing. But yeah, I don't have any issue in saying that I was constantly on like the support system. Despite these difficulties, I applied for various international conferences with fully funded positions and was fortunate to selected for several opportunities. These included the European Consortium for Political Research General Conference in the Czech Republic, the Feminist Political Theory Summer School at Princeton University, the Intersectionality Summer School at the University of Verona in Italy, the African American Policy Forum Summer School in Tennessee, US, and the Association of Asian Studies Conference. Additionally, I secured the Irish Research Council postgraduate scholarship to complete my final 2 years of PhD program, which is considered to be the highest funded program in Ireland. So basically, navigating the complexities of being a migrant woman of color in an elite, often exclusionary academic environment was not easy. Each obstacle, whether it was confronting caste discrimination, enduring house crisis, or battling racist encounters, I had to be strong enough to deal with it. While the challenges have been immense, moments of solidarity, the support of different services, and opportunities to build communities outside traditional spaces have been critical in helping me move forward. And ultimately, my story through barriers that often hinder marginalized voices. Oh, sorry. So ultimately, my story is one of the both survival and growth, where personal struggles intertwine with the larger systemic issues like caste, race, and gender. My academic journey, while isolating at times, has become a platform for challenging toxic structures and asserting my place in global scholarly discourse. With my final years of PhD ahead, I look forward to continuing this work, not only for myself, but also to pave way for future generation of marginalized scholars. Thank you. നമ്മൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചപ്പോൾ you might have seen the word sisterhood.
in the description that we gave, with the poster of the program. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രബല വൈറ്റ് ഫെമിനിസ്റ്റ് ധാരകളെ വിമർശിക്കുമ്പോൾ പലപ്പോഴും ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ മൂന്നാം ലോകത്ത് നിന്നുള്ള ഫെമിനിസ്റ്റുകൾ ഉയർത്തിയിരുന്ന ഒരു പ്രധാന കൺസേൺ ആയിരുന്നു, ശരിക്കും ഒരു യൂണിവേഴ്സൽ സിസ്റ്റർഹുഡ് ഉണ്ടോ, ലൈക്ക് ഓൾ വിമൻ ബെയർ ഡിഫറെന്റ് ബേർഡൻസ്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ സിസ്റ്റർഹുഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ നിങ്ങൾ സിസ്റ്റർ ആക്കും? ഇറ്റ് വാസ് ഓൾവേസ് എ വൈറ്റ് സിസ്റ്റർഹുഡ്. പക്ഷെ സ്റ്റിൽ വി യൂസ് ദാറ്റ് വേർഡ്. സിസ്റ്റർഹുഡ് എന്നുള്ള വാക്ക് നമ്മളതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വരുന്നൊരു പ്രോസസ്സിൽ വിത്ത് ഓൾ ദീസ് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഈ ഡിഫറെന്റ് ഐഡന്റിറ്റീസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ജാതിക്ക് മേലെ ക്ലാസ്, അല്ലെങ്കിൽ ക്ലാസിന്റെ മേലെ ലിംഗം, ഈ ജെൻഡർ എന്നുള്ള ഒരു സംഗതി പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എക്സ്പീരിയൻസസിനെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഇപ്പം നിത്യ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ ഹൗ വിമൻ ഹാവ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ എവറിഡേ ഇങ്ങനെ പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ക്യാരി ചെയ്യേണ്ടി വരുന്നത് ഈ ഫീൽഡിലുള്ള, അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള ആൾക്കാരായാലും അൺലൈക്ക് ദെയർ മെയിൽ കൗണ്ടർ പാർട്സ്. ഇപ്പം നമ്മൾ ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പലതരത്തിലുള്ള മാർജിനലൈസ്ഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിലുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള മാർജിനലൈസേഷന്റെയും മേലെ സ്ത്രീ ആയിരിക്കുന്നതിന്റെ ചില സവിശേഷ അനുഭവങ്ങൾ കൂടി സ്ത്രീകൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അപ്പൊ ദാറ്റ് ഡിറ്റർമിൻസ് ദിസ് അങ്ങനത്തെ ഒരു കളക്ടിവിറ്റി ഉണ്ടായിരിക്കേണ്ട ആവശ്യകത അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ നിത്യ. ഇനി ലെറ്റ്സ് hear from Dr. Noorjahan. So yeah, over to you. ഞാൻ ഈ പരിപാടിക്ക് റംസിയെ വിളിച്ചപ്പോൾ ആക്ച്വലി എനിക്ക് പേടിയാണ് തോന്നിയത്. എനിക്കെപ്പോഴും അക്കാഡമിക് സ്പേസിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻഗേജ്മെന്റ്സിനോ അല്ലെങ്കിൽ കോൺവെർസേഷനോ എന്നെ ക്ഷണിക്കപ്പെടുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന ഫീലിംഗ് പേടിയാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ എൻ്റെ റിസർച്ചിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 വർഷം എടുത്തിട്ടുണ്ട്, PhD. അതിനു മുന്നേ 2 വർഷം ക്ലിനിക്കൽ MPhilഉം ചെയ്തിട്ടുണ്ട്, അതും ഒരു സ്കോളർഷിപ്പ് ആയിരുന്നു. അപ്പൊ ഇത്രയൊക്കെ വർഷം സ്കോളർ ഈ പറയുന്ന നോളജ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന പേടി എന്ന് പറയുന്ന വികാരം ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ എന്റെ പേടിയുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, അക്കാഡമിക് വേൾഡ് എപ്പോഴും അക്കാഡമിക് ടേംസ് കൊണ്ട് ബൊമ്പാർഡഡ് ആണ് എന്നുള്ള തിരിച്ചറിവും, ആ അക്കാഡമിക് ടേംസ് പലതും എന്നെ സംബന്ധിച്ച് ഇനിയും ഞാനത് പരിചയപ്പെടേണ്ടതും അറിയേണ്ടതും എനിക്കത് അറിയില്ല എന്ന തോന്നലുമാണ് എൻ്റെ പേടിക്ക് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അക്കാഡമിക് വേൾഡില് ഈ നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മേഖലയില് നമ്മള് സംസാരിക്കണമെങ്കിൽ, എഴുതണമെങ്കിൽ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ വേർഡ്സ് അറിയുകയും അതിനോട് പരിചയപ്പെടുകയും, ടേംസ്, വേർഡ്സ്, ജാർഗൻസ് അറിയുകയും പരിചയപ്പെടുകയും വേണം എന്നുള്ള ഒരു എഗെയിൻ ഒരു വരേണ്യ എഡ്യൂക്കേഷണൽ അജണ്ട ഉണ്ടാക്കി തന്നതാണ് എൻ്റെ പേടി എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. സംസാരിക്കേണ്ട കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നും കൂടിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ എന്തോ ഒരു മീറ്റിങ്ങിലോ എന്തോ ഒരു കോൺഫറൻസിലോ ഗതിയില്ലാതെ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അപ്പോ ആ സംസാരത്തിന് ശേഷം
എന്നെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തട്ടമിട്ട നൂർജഹാൻ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു വേർഡാണ് പിന്നെ പലരിൽ നിന്നും ഞാൻ കേട്ടത്. അതിനുശേഷം ആളുകൾ എന്നോട് സംസാരിക്കുന്ന അപ്രോച്ചിൽ മാറ്റം വരികയും ഒക്കെ ചെയ്യാണ്. അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിം ഐഡന്റിറ്റി ഒന്ന് ചിഹ്നം ഇട്ടിട്ടുള്ള ഒരു ഐഡന്റിറ്റി എക്സ്ട്രീംലി പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള അല്ല എക്സ്ട്രീംലി ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള വരേണ്യമായിട്ടുള്ള ഒരിടത്ത് നമ്മൾ നടത്തുന്ന നെഗോസിയേഷൻസ് നമുക്ക് നെഗോസിയേഷൻസ് നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ടുകൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് എത്ര ഈസി ആയിട്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പം എന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ബംഗാളി ബ്രാഹ്മണായിട്ടുള്ള ഒരു പെൺകുട്ടി ഈ പറയുന്ന എല്ലാതരം അക്കാഡമിക് പ്രോഗ്രാംസിനും എണീറ്റ് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്താ ആക്ച്വലി പറഞ്ഞത് അവിടെ എന്ന് ചോദിച്ചു. അപ്പോ ദാറ്റ് വാസ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവള് പറഞ്ഞു, അതെനിക്കന്നെ അറിയില്ല, ഞാൻ ഭയങ്കര സർക്കംസ്റ്റൻഷ്യൽ ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. കാരണം ലാംഗ്വേജ് എന്നുള്ള ഒരു ടൂൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരു കണ്ടന്റും ഇല്ല എങ്കിലും കൂടിയിട്ട് എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഇന്ന് ആളുകൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംഗതി. ഞാനിതൊരു മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള ആളുകൾ സ്കോളർഷിപ്പിനെ കുറിച്ചും നോളജ് പ്രൊഡക്ഷനെ കുറിച്ചും സംസാരിക്കുന്ന ഇടമായതുകൊണ്ട് ഇതും കൂടെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എഗെയിൻ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മെന്റൽ ഹെൽത്ത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നോളജ് പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും സോഷ്യൽ സയൻസ് മേഖലകളിലുള്ള പല മേഖലകളെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ഇന്റർസെക്ഷനാലിറ്റി ഒന്നും തീരെ അപ്ലൈക്കബിൾ അല്ലാത്ത അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു തരത്തിലുള്ള അങ്ങനത്തെ എന്താ പറയാ ഓറിയന്റേഷനോട് കൂടിയിട്ടുള്ള സ്കോളർഷിപ്പുകളും നോളജ് പ്രൊഡക്ഷനും വരാത്തൊരു മേഖലയാണ് മാനസികാരോഗ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതിനെ എന്റെ റിസർച്ച് എന്റെ അനുഭവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്റെ റിസർച്ച് എവരിഡേനെസ്സിന് മുകളിലായിരുന്നു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ് എവരിഡേനെസ്, ദൈനംദിന വ്യവഹാരങ്ങൾ. ഈ നോളജ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ത്രീകളുടെ എവരിഡേ ലൈഫിൽ ഉണ്ടാകുന്ന മാനസികാരോഗ്യത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്റെ റിസർച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതായത് റിസർച്ച് വെച്ചതിന് ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോയി മരുന്നെടുത്തിട്ടാണ് രണ്ടാമത് റീഗെയിൻ ചെയ്തത്. ഒരുപാട് ആളുകൾ അങ്ങനെ ഈ തരത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞതും പലതരം ഇന്റർസെക്ഷൻ ഘടകങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. നമ്മുടെ മാനസിക രോഗം പോലും. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ നിത്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ആലോചിച്ച കാര്യം, എന്റെ ഉമ്മ തൊട്ട മുന്നേ എന്റെ ഉമ്മാനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒരു പരിപാടിക്ക് വന്നാണെന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ലീവ് എടുത്തിട്ടാണോ പോയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ലീവ് എടുത്തിട്ടാ പോയത്. അപ്പൊ എങ്ങനെയാ ശരിയാവാ, നാളെ മോളെ കൊണ്ട് പിന്നെ അവളെ ശാസ്ത്രമേളക്ക് കൂടെ പോണം. അപ്പൊ അതിനും കൂടെ പോയിട്ട് അതിനും ലീവ് എടുക്കണ്ടേ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ. ഞാൻ ഇവിടുന്ന് നിത്യ സംസാരിച്ചപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ഞാനിത് പോസിബിൾ ആക്കും എന്നുള്ളത്. നെഗോസിയേഷൻസിന്റെ വേറൊരു മൈക്രോ നെഗോസിയേഷൻ ആണ്. ഓരോ ദിവസവും ഓരോ മൊമെന്റും നമ്മളിങ്ങനെ എത്ര നോളജ് പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇതിനിടയിലുള്ള ഒരു നെഗോസിയേഷൻസിൽ നമ്മൾ എങ്ങനെ സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ എല്ലാ സക്സസ് സ്റ്റോറിയിൽ നിന്നാണ്. അത് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ ഒരു ബേർഡനോ ആയിട്ട് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം സക്സസ്ഫുൾ ആവാതിരിക്കാൻ നിരവധി കാരണങ്ങൾ നമുക്കുണ്ട്, ചുറ്റുപാടുമുണ്ട്, പലതരം ഘടകങ്ങളുണ്ട്. അതിനൊക്കെ
മറികടന്ന് വ്യക്തിപരമായിട്ട് മറികടന്ന് മുന്നോട്ട് പോകണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അതായത് എന്നെ ചൂണ്ടിക്കാണിച്ച് ചിലപ്പോൾ മറ്റുള്ളവരോട് പറയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എംഫിലിന് പോയി, അത് കഴിഞ്ഞതിന് ശേഷം 2 കുട്ടികളെ PhD സമയത്ത് പ്രസവിച്ചു പോറ്റി അവളും PhD എടുത്തില്ലേ എന്ന് പറയും. എന്നാലും മറ്റ് ഘടകങ്ങൾ ഈസിയാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ചുറ്റുപാടിനും ഉണ്ട് എന്നുള്ള സാധനത്തിന് പാടെ മാറ്റി വെച്ചിട്ടായിരിക്കും ഇത് എന്റെ മാത്രം ഉത്തരവാദിത്വം എന്നെ കാണിച്ചുകൊണ്ട് മറ്റുള്ള ഒരു പെൺകുട്ടിന്റെ ഉത്തരവാദിത്വമാക്കി മാറ്റുന്നത്. അതെനിക്ക് ഭയങ്കര അൺഫോർച്ചുനേറ്റും ഭയങ്കര നിരാശ തരുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അത് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കിടന്ന് സ്വന്തം മാനസികാരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് കോൺവെർസേഷൻ നടത്താറുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ കുടുംബവും, ഓരോ ചുറ്റുപാടും, ഓരോ സൊസൈറ്റിയും ഒക്കെ വിചാരിച്ചാൽ കഴിയില്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നോളജ് പ്രൊഡക്ഷന്റെ മറ്റൊരു ആസ്പെക്ട് ആയതുകൊണ്ട് എനിക്കിവിടെ പറയണം എന്ന് തോന്നിയതാണ്. ഓക്കെ, പിന്നീടാവാം. സൂപ്പർ വുമൺ ആയിട്ട് പുകഴ്ത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള അഭിനന്ദനങ്ങൾ, പുകഴ്ത്തലുകൾ, ഇത് വ്യവസ്ഥ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. സിസ്റ്റമിക്കലി സ്ത്രീകളോട് എന്തൊക്കെയാലും പറ്റും, അവർ ചെയ്തില്ലേ, അപ്പൊ വ്യക്തിപരമായിട്ട് ഇത് മറികടക്കാൻ സ്ത്രീകളോട് ആവശ്യപ്പെടണം. അവർക്ക് ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത സംവിധാനങ്ങളെ, ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഈ സ്ത്രീകളുടെ ജേണിയെ എന്ത് ചെയ്യേണ്ട, ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട സംവിധാനങ്ങൾ പക്ഷെ ആ തരത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും എന്നാൽ അത് ചെയ്യാൻ സ്ത്രീകളെ ഓക്കെ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ചെയ്യുന്നൊരു സംഗതി നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷബീറ. ഇപ്പോ കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഡിഫൻസ് കഴിഞ്ഞത്. അപ്പോ നൂർജഹാന്റെ പറഞ്ഞ കാര്യങ്ങളെ ഏറെക്കുറെ നമ്മൾ നിരന്തരം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അതേസമയം ഇത് ഭയങ്കര കണക്റ്റഡ് ആണ് സാധനങ്ങൾ. ഇപ്പോ ഞാൻ 6 വർഷമാണ് എടുത്തത്. 5 വർഷം IIT ഫെലോഷിപ്പും പിന്നെ ഒരു 6 മാസം IIT വിമൻസ് ഫോറത്തിന്റെ ഒരു ഫെലോഷിപ്പും കൂടിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് മോനുണ്ട്, മൂത്ത മോനുണ്ട്, 1.5 വയസ്സായിരുന്നു, 1 വയസ്സ് 3 മാസമായിരുന്നു ആ സമയത്ത്. അതിനുശേഷം 1 വർഷമാണ് എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവന് എൻ്റെ കൂടെ റിസർച്ച് ലാബിലും ഒക്കെ തന്നെ ആയിരുന്നു. അവൻ്റെ ഒരു 2 വയസ്സ് 3 വയസ്സ് ആ ഒരു സമയം. അപ്പോ ഈ അടുത്ത് അവന്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്ത് പറയായിരുന്നു, അവന് ക്ലാസ്സിൽ ഭയങ്കര വർപ്പാനാണ്. ക്ലാസ്സിൽ അവൻ ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ബാക്കി അപ്പുറത്തിരിക്കുന്ന ആളുകളോട് ഭയങ്കര വർത്താനാണ്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഇവന്റെ ചെറുപ്പത്തിൽ 2 വയസ്സ് 2.5 വയസ്സ് ആ പ്രായത്തിൽ ഇവന് കുറെ സെമിനാറുകൾ ഉണ്ടാതെ കേട്ടിരുന്നിരിക്കണേ. അതിന്റെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. കുട്ടികൾ നമുക്ക് വേണ്ടിയിട്ട് പലതും അവര് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന, അത് പലപ്പോഴും എന്റെ കണ്ണ് നിറക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പോ ഇതൊക്കെ കൂടെ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ നൂർജഹാൻത്തെ പറഞ്ഞ വെച്ച കുറെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഈ പറഞ്ഞ ഒരു പേടി എന്ന് പറയുന്ന ഒരു സാധനം, അത് ഭയങ്കര ഡോമിനന്റ് ആണ്. ഒരു അക്കാഡമിക് സ്പേസിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈ പേടി, എവിടുന്നാണ് ഈ പേടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ബേസിക്കലി ഞാൻ IIT ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക്
മനസ്സിലാവുമായിരുന്നില്ല. ബേസിക്കലി ഞാൻ അങ്ങനെ ആയിരുന്നു കുറെ കാലം. ആളുകൾ എന്നെ ഒരു സൈഡിൽ നിന്ന് കുറ്റം പറഞ്ഞാലും അത് എന്നെയാണ് പറയുന്നത് പെട്ടെന്ന് എനിക്ക് കത്താത്ത ഒരാളായിരുന്നു. അത് കുറെ ഇപ്പൊ ഈ PhD കഴിയുന്നതോടുകൂടിയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങോട്ട് ഓക്കെ ആയത്. അപ്പോ അതിനുശേഷം ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ടായിട്ടോ. ആളുകൾ പറയുന്നത് ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോ ആദ്യത്തെ ഒരു 2-3 വർഷമൊക്കെ ഞാനിങ്ങനെ ഭയങ്കര കൂളായിരുന്നു. ആദ്യത്തെ 2 വർഷം 1.5 വർഷം എന്ന് പറയും. അപ്പോ എനിക്ക് തോന്നുന്നു IITന്റെ ഒരു ഭയങ്കര ടെക്കി സ്വഭാവമുള്ള ഒരു ക്യാമ്പസ് ആണ്. ആളുകൾ അവനവന്റെ പണികളിൽ മാത്രം നോക്കി ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു, ലാബിലേക്ക് വരുന്നു, ഇത് മാത്രമാണ് അവിടെ. അപ്പോ നമുക്ക് HCUലും JNUലും കാണുന്ന പോലെ ഒരു കുറച്ചെങ്കിലും ഒരു ആളുകൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചുകൂടി ഫ്രണ്ട്ലി സർക്കിൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ അവിടെ നമുക്ക് ഓരോ വർഷവും ഒരു 5-6 മെയിൽ വരും, ഒരു കണ്ടോളൻസ് മെയിൽ. 5-6 സൂയിസൈഡ് എല്ലാ വർഷവും അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കണ്ട സമയങ്ങളിലൊക്കെ. ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അവിടെ അന്വേഷണം ഇല്ല. പ്രത്യേകിച്ച് സ്റ്റുഡന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് IIT എങ്ങനെയാണോ പണ്ട് മുതലേ ഇങ്ങനെയാണ് IIT, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നാണ് IIT നമ്മളവിടെ അതോറിറ്റിനെ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അവരുടെ റെസ്പോൺസ്. അപ്പോ ഈ 2-3 ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ ഈ മെയിൽ ഇങ്ങനെ കാണുന്നതാണ്. അപ്പൊ ആരോ എന്തോ മരിച്ചു പോകുന്നു, മരിക്കണോല് മരിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഫാത്തിമ ലത്തീഫ് എന്ന് പറഞ്ഞ കുട്ടി സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഇത് കുറച്ച് വിഷയം ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങിയതും അത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നതും. അന്ന് അത്യാവശ്യം നല്ല ചർച്ച നടന്നിട്ടുണ്ട്. ഇസ്ലാമോഫോബിക് ആസ്പെക്റ്റുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നും എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് മനസ്സിലാവുന്നത് 3-4 വർഷം കഴിഞ്ഞിട്ടാണ്. അന്ന് പറഞ്ഞതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. അന്ന് എന്റെ ചുറ്റുമുള്ള ആളുകൾ സംസാരിച്ചിരുന്നത്, എന്റെ എഴുത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളും. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ ബാരിയറാണ് അക്കാഡമിക് സ്പേസിൽ. നൂർജഹാൻത പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ഉള്ളവരൊക്കെ അക്കാഡമിക് സ്പേസിൽ ഭയങ്കര വില്ലന്മാരാവുകയും നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ നമ്മള് പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് വരുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് ഭയങ്കര ബയാസ്ഡ് സാധനമാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര സബ്ജക്റ്റീവ് പൊസിഷൻസ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു 2-3-4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ 1.5 വർഷം കഴിഞ്ഞിട്ട് ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അതിന്റെ സമയത്താണ് എനിക്കിത് കാര്യമായിട്ട് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞതൊക്കെ ഭയങ്കര ബയാസ്ഡ് സാധനമാണ്, ഭയങ്കര സബ്ജക്റ്റീവ് പൊസിഷൻസ് ആണ് എന്നൊക്കെ എനിക്ക് കമന്റ്സ് കിട്ടിയപ്പോ ഞാൻ കുറെ കാലം ഇങ്ങനെ അന്തവിട്ട് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ പറയാ, അല്ലെങ്കിൽ ഇത് ആരാണ് പറയാ? ആസ് ആൻ ഇൻസൈഡർ നമുക്കിത് പറയാൻ പറ്റൂല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോ ഞാൻ പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പർ വായിക്കാണ്, സൗത്ത് ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റിലുള്ള സെയിം ടോപ്പിക്കാണ്, ഏകദേശം എന്റെ സിമിലർ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ഇതന്നെയല്ലേ ഞാനും പറയാൻ ശ്രമിച്ചത്, പക്ഷെ ദേ ക്യാൻ ആർട്ടിക്കുലേറ്റ് ഇറ്റ് വെൽ. അതാണ് ആ വ്യത്യാസം. അപ്പോ ഈ ഒരു ലാംഗ്വേജ് കൊണ്ട് നമ്മളെ ഒരുപാടധികം ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളെ എനർജി, നമ്മളെ ടൈം, നമ്മളെ ഒരു കോൺഫിഡൻസ്, എനിക്ക് തോന്നും നമ്മളെ ഒരു സെൽഫിനെ അങ്ങോട്ട് ക്രിപ്പിൾ ചെയ്യപ്പെടുകയാണ്, ഒരു തരം വികലമാക്കപ്പെടുകയാണ്. അപ്പോ എൻ്റെ അതേപോലെ സ്ട്രഗിൾ ചെയ്ത വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറയായിരുന്നു അവള് 5-6 വർഷം കഴിഞ്ഞിട്ട് ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്ത് അവള് പറയായിരുന്നു എഴുതാൻ പറ്റുന്നില്ല, ഒരു വരി എഴുതാൻ പറ്റുന്നില്ല. ഈ എഴുതുമ്പോ അന്ന് വന്ന കമന്റ്സ് ഇങ്ങനെ തികട്ടി വരികയാണ്, എഴുതാൻ പേടിയാണ്. അപ്പോ ഇതാണ് ലാംഗ്വേജ് കൊണ്ട് പലരും അവർക്ക് പറയാൻ കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടി അവർക്ക് എന്തും പറയാം, അവര് പ്രിവിലേജ്ഡ് പൊസിഷനിലാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർക്ക് എന്തും പറയാം എന്നുള്ള സാധനം. അപ്പോ
എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ടോപ്പിക്ക് ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, പോപ്പുലർ നറേറ്റീവ്സിൽ മുസ്ലിം സ്ത്രീ ഭയങ്കര ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പൊ അതിനെയാണ് ഞാൻ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കമ്മ്യൂണിറ്റിന്റെ അകത്ത് എന്തൊക്കെ ന്യൂവൻസസ് ആണ് എന്നാണ് ഞാൻ നോക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടറൽ കമ്മിറ്റിയിലെ ഒരാൾ ചോദിക്കാൻ എടുത്ത്, ഇതിപ്പോ പോപ്പുലർ നറേറ്റീവ്സില് മുസ്ലിം സ്ത്രീ മാത്രമല്ലല്ലോ ഒപ്രസ്ഡ് ആയിട്ടുള്ളത്, എല്ലാ സ്ത്രീകളും ഒപ്രസ്ഡ് തന്നെയല്ലേ, ദെൻ വൈ ഓൺലി മുസ്ലിം വിമൻ? ഇത് നിരന്തരമുള്ള ചോദ്യമാണ്, വൈ ഓൺലി മുസ്ലിം വിമൻ എന്നുള്ളൊരു സാധനം. അതുപോലെ ഞാൻ കേട്ട മറ്റൊരു സുഹൃത്തിന്റെ ഒരു പ്രപ്പോസലാണ്, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിന്റെ അകത്തെ റിഫോംസിനെ കുറിച്ചിട്ടാണ് ആ പ്രപ്പോസൽ വായിച്ചിട്ട് അവരോട് പ്രൊഫസർ ചോദിക്കുകയാണ്, ഇതെന്താ ഉദ്ദേശിച്ച? ബില്ലാദന്റെ റിഫോംസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവര് പറയാ അവർക്കൊരു ചോദ്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം അല്ല അത്. അപ്പോ ഇതൊന്നും ബയാസ് അല്ല, ഇതൊന്നും സബ്ജക്റ്റീവ് പൊസിഷൻസ് അല്ല. എന്താണ് ഇവർക്കൊക്കെ ഉള്ളത്? ഇവർക്ക് ലാംഗ്വേജ് ഉണ്ടായിരിക്കാം, നമ്മളെക്കാൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ടാണ് അവരിങ്ങനെ നമ്മൾ പറയുന്നത് മൊത്തം സബ്ജക്റ്റീവ് പൊസിഷൻസ്. ഞാൻ പറയുന്നത് നമ്മൾ തീരെ റിസർച്ച് എത്തിക്സ് ഫോളോ ചെയ്യേണ്ട എന്നൊന്നുമല്ല, പക്ഷെ ആർക്കൊക്കെ കാര്യങ്ങൾ അവനവന്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സെൽഫ് എസ്റ്റീമിനെ, എനിക്കൊക്കെ ഒരു സമയത്ത് ക്യാമ്പസിൽ പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നതേ പേടിയായിരുന്നു. ആളുകൾ കണ്ടാൽ നമ്മളോട് ചോദിക്കൂലേ എന്താണ് ടോപ്പിക് എന്ന് ചോദിക്കൂലേ, അപ്പൊ ഉത്തരം പറയണല്ലോ. അപ്പൊ 2 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാനെന്താ പറയാ? ഈ ഒരു തരം പേടി എന്ന് പറയുന്നത് അക്കാഡമിക് സ്പേസിൽ ഇങ്ങനെ സ്റ്റിൽ അതിങ്ങനെ ഒരു പുകയായിട്ട് അവിടെ അങ്ങനെ കിടക്കണം. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ നുഴഞ്ഞ് ഇവിടെ എത്തിയേക്കുന്നില്ല. അപ്പോ അത് വലിയൊരു ജേണിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ സോ കോൾഡ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, ഈ സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു സ്പേസിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം അങ്ങനെ ഒന്നും ആവാതെ എന്താ ചെയ്യാ, അതിന്റെ ഇടയിൽ കൊറോണ വന്നു, എല്ലാം കൂടി ആകെ ഇവിടെ ഒന്നും കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ലേ എന്നൊരവസ്ഥയിലെത്തിയപ്പോ ആണ് പിന്നെ കൊറോണ വന്നതും എനിക്ക് കൊറോണ വന്നതും അതിനുശേഷം 3 മാസം പിന്നെ മൊത്തത്തിൽ എൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ ഇങ്ങനെ ആകെ കൂടി കുഴഞ്ഞു മറിയുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവിടെ വരെയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ പോവായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ ഒരു കോൺഫറൻസിന് ആക്സെപ്റ്റൻസ് കിട്ടിയതും, അതുപോലെ ഈ അടുത്ത് പബ്ലിഷ് ചെയ്ത് വന്ന എൻ്റെ ഒരു പേപ്പർ അതിന്റെ അബ്സ്ട്രാക്ട് ആക്സെപ്റ്റ് ആയിരുന്നു. അപ്പോ ഇത് എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു പടച്ചോൻ ഇറങ്ങി എന്നെ കൈപിടിച്ച് ഉയർത്തിയതാണ്. ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ്. ഈവൻ നമുക്ക് തോന്നും ചില ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ ഇതെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ഇത് ഭയങ്കര ജനറലൈസ്ഡ് സാധനമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മളെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇതിനങ്ങനെയാ കാണുന്നത്. പിന്നെ ആരോടാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയാം? ആരുമില്ല. അപ്പോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ജേണി. ബാക്കി പറയാം. പലതരത്തിലുള്ള ഇപ്പൊ നമ്മളെ ഇപ്പം ഷബീറ പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊപ്പം പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ള ഒരു കൾച്ചറൽ ക്യാപിറ്റലൊക്കെ ഉള്ള പലതരത്തിലുള്ള ക്യാപിറ്റൽസിലുള്ള ആൾക്കാരുടെ ഇടയിൽ പോകുന്നതിൻ്റെ ഒരു സ്ട്രഗിൾസ്, എങ്കിലും ഈ സ്ട്രഗിൾസിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് ഈ ഒരു റെൽമിൽ ഇങ്ങനത്തെ ഒരു നോളജ് പ്രൊഡക്ഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ്. ഹമാസ് എന്ന് പറയുന്നത് ഒരു വിമോചന സംഘടനയാണ്. അതുകൊണ്ട് എനിക്കതിൽ അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര സൗഹൃദാന്തരീക്ഷത്തിലും കൂടിയാണ് കേട്ടോ വിളിക്കുന്നത്. പക്ഷെ അതിനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ കട്ടക്ക് ഞാൻ ഹമാസ് തന്നെയാണ് എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
കാരണം ഒന്ന് അവരുടെ അതേ പൊസിഷൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ആ തരത്തിൽ നിൽക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അതിൽ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ കൂടെയുള്ള പലർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടേ ഇല്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പം നമ്മളിങ്ങനെ സിലബസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ലേഖനങ്ങൾ വെക്കും. അപ്പൊ അതിന്റെ ഇടയിൽ സ്ത്രീവാദം അല്ലേ, അപ്പൊ നിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞാണ്ടാണ് നമ്മളോട് തന്നെ ചോദിച്ചിട്ടാണ് അവർ എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെക്കുന്നതിന്റെ നിന്റേത് വേണ്ട, നിന്റേത് തീവ്രവാദമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് മാറ്റി വെക്കുക. അതായത് മുസ്ലിംസിലുള്ള ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീവ്രവാദമോ ഈ പറഞ്ഞ തീവ്രവാദം ആക്കപ്പെട്ട സംഘടനയുടെ പേരിലോ ഒക്കെ ആയിരിക്കും അറിയപ്പെടുന്നത് എന്നുള്ള നിലക്കാണ് ഇതാക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഇത്തരം പ്രതിബന്ധങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാവും. പക്ഷേ ഞാൻ അതിനോട് അതായത് ഈ തരത്തിൽ മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ഞാൻ തന്നെയാണ് ശരി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ എഴുതിയത് മനസ്സിലാവാൻ നിങ്ങൾക്ക് എത്ര കാലം പിടിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാണ്. അപ്പോൾ ആണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് നിങ്ങൾ ഓരോരുത്തരുമാണ് ആ തരത്തിൽ ഇപ്പം ഇവരൊക്കെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഈ പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് അവരൊക്കെ പടുത്തുയർത്തിയ ഒരു മേഖല തന്നെയാണ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പൊതുവായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ പറയുന്ന പ്രതിബദ്ധങ്ങളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ നമ്മളെ നോളജ് പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു നിത്യനെ കേട്ടപ്പം നിത്യയും ഇപ്പൊ ഷബീറിനെ കേട്ടപ്പം ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ അത് എവറിഡേ ലൈഫിലുള്ള സ്ട്രഗിൾ മുതലാവാം, വളരെ മൈക്രോ ഏരിയകളിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഷംസാദുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ സംസാരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ആവാം. പക്ഷേ ഇത് ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്കൊരു ക്യാപിറ്റലാണ് എന്ന് മനസ്സിലാക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും ഈസി ആയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇവിടെ എത്തുമായിരുന്നോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടാണ്. അപ്പോൾ അതിനെ ആ രീതിയിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വഴികൾ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് റിസൾട്ടിലേക്ക് എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തന്നെയാണ്. അപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനും സിമി ഇപ്പം മദർഹുഡ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനും സിമിയും കൂടെ ഈ മദർഹുഡ് റിസർച്ച് എന്നുള്ള ഒരു സാധനത്തിനെ കുറിച്ച് വായിക്കുകയും ആ ഒരു കൺസെപ്റ്റിനെ നമ്മുടെ ഈ പറയുന്ന കേരള കോണ്ടെക്സ്റ്റിലൊക്കെ ഉള്ള നോളജ് പ്രൊഡക്ഷൻ റിസർച്ച് പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് എന്നാണ്. ഞാനും സിമിയും ഇപ്പോൾ ഇവിടെയുള്ള പല ആളുകളും ഷെയർ ചെയ്യുന്ന മദർഹുഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ഒരുപാട് പഠനങ്ങളോ വർക്കുകളോ വല്ലാണ്ട് വന്നിട്ടില്ല നമ്മുടെ കോണ്ടെക്സ്റ്റിൽ. പക്ഷെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എത്ര ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും, അതായത് അത് എന്ന് കരുതി ബാഡായിട്ട് തന്നെ കിട്ടിക്കോട്ടെ എന്നുള്ളതല്ല, പക്ഷെ അതൊരു തരം ഫ്യൂവലും കൂടെ ആവുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ മേഖലകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരു ഫ്യൂവൽ ആവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.